നരവംശാസ്ത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒന്നാണ് പെക്കിംഗ് മനുഷ്യരുടെ കഥ. യുദ്ധകാലത്തെ ദുരൂഹമായ തിരോധാനവും ഈ ചരിത്രത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ട്. 1920കളിൽ ഇന്നത്തെ ബെയ്ജിങ്ങിനടുത്തുള്ള ഷക്കൗഡിയൻ എന്ന ഗുഹാപ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ആദിമ മനുഷ്യരുടെ ഫോസിൽ അവശിഷ്ടങ്ങളാണ് പെക്കിംഗ് മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 7,50,000 മുതൽ 2,00,000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഹോമോ ഇറക്ടസ് എന്ന ആദിമ മനുഷ്യവിഭാഗത്തിൽപ്പെട്ടവയാണ് ഈ ഫോസിലുകൾ. കിഴക്കൻ ഏഷ്യയിൽ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നും അവർക്ക് തീയുടെയും ലളിതമായ ഉപകരണങ്ങളുടെയും ഉപയോഗം വശമുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന ആദ്യത്തെ തെളിവുകൾ ഒന്നായിരുന്നു ഇത്. ഷക്കൗഡിയൻ ഗുഹകളിൽ നിന്ന് കരിഞ്ഞ അസ്ഥികളും ചാരങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് ആദിമ മനുഷ്യർ തീ നിയന്ത്രിക്കുവാൻ പഠിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും പഴയ തെളിവുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. രാജ്യാന്തര ശാസ്ത്ര സംഘമാണ് ഖനനത്തിനായി നേതൃത്വം നൽകിയിരുന്നത്. ഡസൻ കണക്കിന് വ്യക്തികളുടെ തലയോട്ടികളുടെ ഭാഗങ്ങൾ, താടിയെല്ലുകൾ, പല്ലുകൾ, മറ്റ് അസ്ഥി കഷ്ണങ്ങൾ എന്നിവ ഇവർ കണ്ടെടുത്തിരുന്നു. ഈ അവശിഷ്ടങ്ങൾ പെക്കിംഗ് മനുഷ്യന്റെ രൂപം പുനർനിർമ്മിക്കുവാൻ ഗവേഷകരെ സഹായിച്ചിട്ടുണ്ട്. കണ്ടെടുത്ത തലയോട്ടികൾ പലതും മനഃപൂർവ്വം തകർത്ത നിലയിലായിരുന്നു. തലച്ചോറ് ഭക്ഷിക്കുന്ന രീതി ഇവർക്കിടയിൽ നിലനിന്നിരുന്നു എന്ന സംശയം ഫ്രാൻസ് വെയ്ഡൻറൈക്ക് ഉയർത്തുന്നുണ്ട്. ആധുനിക മനുഷ്യരെക്കാൾ ഉയരം കുറഞ്ഞ കട്ടിയേറിയ തലയോട്ടിയും തടിച്ച പുരികക്കൊടികളും ഉള്ളവരായിരുന്നു ഇവർ. തലച്ചോറിന്റെ വലിപ്പം നമ്മുടേതിനേക്കാൾ കുറവായിരുന്നു. ദുരൂഹത ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ്. 1940കളുടെ തുടക്കത്തിൽ ജപ്പാൻ സൈന്യം ചൈനയിലേക്ക് മുന്നേറിയപ്പോൾ അമൂല്യമായ ഈ ഫോസിലുകൾ നഷ്ടപ്പെടുമോ നശിക്കുമോ എന്ന് ശാസ്ത്രജ്ഞർ ഭയന്നിരുന്നു. സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി അമേരിക്കയിലേക്ക് അയക്കുവാൻ 1941 പെക്കിംഗ് മനുഷ്യന്റെ യഥാർത്ഥ ഫോസിലുകൾ പെട്ടിയിലാക്കി ഭദ്രമായി അടച്ചു. പക്ഷേ ആ ഫോസിലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. ബെയ്ജിങ്ങിനും തുറമുഖ നഗരത്തിനും ഇടയിലുള്ള യാത്രയിൽ US നാവികസേനയുടെ സംരക്ഷയിൽ കൊണ്ടുപോകുമ്പോൾ ആ പെട്ടികൾ അപ്രത്യക്ഷമായി. ഇവയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇന്ന് വരെയും ആർക്കും അറിയില്ല. കപ്പൽ ഛേദത്തിൽ നഷ്ടപ്പെട്ടതാകാം, ജപ്പാൻ സൈന്യം പിടിച്ചുകൊണ്ടുപോയതോ ഒളിപ്പിച്ചതോ ആയിരിക്കാം, സംരക്ഷണത്തിനായി കുഴിച്ചിട്ട ശേഷം പിന്നീട് കണ്ടെത്തുവാൻ കഴിയാതെ പോയതും ആകാം, അല്ലെങ്കിൽ കരഞ്ചതയിൽ വിൽക്കുവാനായി മോഷ്ടിക്കപ്പെട്ടതും ആകാം എന്നിങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. പതിറ്റാണ്ടുകളായി അനേകം അന്വേഷണങ്ങൾ നടന്നെങ്കിലും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. ഭാഗ്യവശാൽ ഫോസിലുകളുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നില്ല. ഫോസിലുകൾ അപ്രത്യക്ഷമായതിനു മുൻപ് ഫ്രാൻസ് വെയ്ഡൻറൈക്കിന്റെ നേതൃത്വത്തിൽ അവയുടെ വിശദമായ പകർപ്പുകളും അവയുടെ വിവരണങ്ങളും തയ്യാറാക്കിയിരുന്നു. ഈ പകർപ്പുകൾ ഇന്നും നിലവിലുണ്ട്. മനുഷ്യപരിണാമം, കുടിയേറ്റം, സ്വഭാവ രീതികൾ എന്നിവയെക്കുറിച്ച് പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ ആ യഥാർത്ഥ അസ്ഥികൾക്ക് കഴിയുമായിരുന്നു. അവയുടെ തിരോധാനം പുരാവസ്തു ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഉത്തരം കിട്ടാത്ത പ്രഹേളികകളിൽ ഒന്നായി അവശേഷിക്കുകയാണ്. രഹസ്യരേഖകളിൽ നിന്നോ കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ നിന്നോ ഫോസിലുകൾ കണ്ടെത്തിയിരുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇന്നും ഇടയ്ക്കിടെ പ്രചരിക്കാറുണ്ട്. യഥാർത്ഥ ഫോസിലുകൾ നഷ്ടപ്പെട്ടത് ശാസ്ത്രലോകത്തിന് വലിയ തിരിച്ചടിയാണ്. ഇന്നത്തെ ആധുനിക DNA ടെസ്റ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആ ഫോസിലുകൾ പരിശോധിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആധുനിക മനുഷ്യനുമായുള്ള അവരുടെ ജനിതക ബന്ധം കൃത്യമായി കണക്കാക്കാൻ കഴിയുമായിരുന്നു. നിലവിലുള്ളത് പ്ലാസ്റ്റർ പകർപ്പുകൾ മാത്രമായതിനാൽ ഇത് സാധ്യമല്ല. യഥാർത്ഥ ഫോസിലുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഷക്കൗഡിയനിൽ ഇന്നും ഖനനം തുടരുന്നുണ്ട്. 1966 പിൽക്കാലത്തും അവിടെ നിന്ന് പുതിയ പല്ലുകളും അസ്ഥികളും ലഭിച്ചിരുന്നു. 1987 യുനെസ്കോ ഈ ഗുഹാപ്രദേശം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ചുരുക്കത്തിൽ പെക്കിംഗ് മനുഷ്യന്റെ അസ്ഥികൾ ഒരുപക്ഷെ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കാം. എങ്കിലും ആ ചാരത്തിൽ നിന്നും പകർപ്പുകളിൽ നിന്നും ശാസ്ത്രം ഇന്നും പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെട്ടികൾ എപ്പോഴെങ്കിലും ഒരു അത്ഭുതം പോലെ പ്രത്യക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഇന്നും ലോകം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.